ക്യാരക്ടർ ഇടുക, ഹിസ്റ്ററി കാര്യങ്ങൾ ക്ലീൻ ചെയ്യുക. നമ്മൾ ഇത് റിഗ് ചെയ്തിട്ടില്ല, നേരെ നമ്മൾ എന്തിലാണ് തുടങ്ങുന്നത്, ജസ്റ്റ് ഒരു ബ്ലൻഡ് ഷേപ്പ് ഇട്ടിട്ട് ചെയ്തു പോകുന്നത്. റിഗ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറയാറുണ്ട് എന്ത് ചെയ്യുക, ഹെഡിന്റെ ഒരു കോപ്പി ഇവിടെ വരെ സെലക്ട് ചെയ്ത്, ചിലപ്പോൾ ഈ ക്യാരക്ടർ ഫുൾ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടർ എന്തായിരിക്കും, കൈ വേറെ തല വേറെ ആയിരിക്കില്ല, ഫുൾ ആയിട്ടിരിക്കും. അതിന് മൊത്തമായിട്ട് ഇങ്ങോട്ട് എടുക്കുക. ദെൻ കൺട്രോൾ ഡി, ഡ്യൂപ്ലിക്കേറ്റ് ഒരു കോപ്പി ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഓക്കെ, അതിനൊരു ഗ്രൂപ്പ് വേണേ ആക്കിക്കോ. ആ ഗ്രൂപ്പിനെ എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇടുക. ഗ്രൂപ്പിന് എന്ത് ചെയ്യാം, ഡമ്മി. ഓക്കെ, ഡമ്മി ആയിട്ടാണ്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യരുത്. ഓക്കെ, ദെൻ ചെയ്യേണ്ടത് ഈ ഡമ്മീന്റെ കുറച്ച് കോപ്പീസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എടുത്തു വെക്കാം. ഇനി അതിന് മുന്നേ ആണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഇത് സെലക്ട് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം, വിൻഡോസ് ആനിമേഷൻ എഡിറ്റർ, ഇവിടെ എന്ത് ചെയ്യാം, ഷേപ്പ് എഡിറ്ററിലേക്ക് വരും. ഇതിൽ ക്രിയേറ്റിൽ വന്നിട്ട് ആദ്യം എന്ത് ചെയ്യാം, ബ്ലെൻഡ് ഡിഫോമർ കൊടുക്കാം. അപ്പൊ ഇതിന്റെ വാല്യൂ 1 ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ എന്തായി, ഇത് ആക്റ്റീവായി. ഈ ക്യാരക്ടറിന്റെ ഈ ഒരു ഫേസ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റഡ് പോലെയാണ്, ഒരു മോഷൻ ക്യാപ്ചർ പോലെ ആയിരിക്കും. ഇതിൽ എന്ത് മാറ്റങ്ങളും ഇതിലേക്ക് ആക്സെപ്റ്റ് ചെയ്ത് വരുന്ന രീതിയിലേക്കാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ദെൻ ഈ ഡമ്മീനെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഡി അടിക്കുക, ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഓരോന്നിനും ഓരോരോ പേര് കൊടുക്കുക. ഇപ്പൊ ഇത് സെലക്ട് ചെയ്ത് ഇതിന് സ്മൈല്, സാഡ്, അഗ്രഷൻ, എത്ര ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോ മൗത്തിന്റെ ഇതുണ്ടല്ലോ, വേർഡ് സിങ്കിങ് പോലെ ഈ എന്നൊക്കെ ഉള്ള രീതിയിൽ, അങ്ങനത്തെ ആണെങ്കിൽ ആ രീതിയിൽ എന്ത് നിങ്ങൾക്ക് എത്ര കോപ്പി ഉണ്ടാക്കാൻ പറ്റും അത്രയും കോപ്പീസിൽ ചെയ്ത് വെക്കാം. ദെൻ അതിനുശേഷം ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് എക്സ്പ്രഷൻ മാറ്റണം. ഇപ്പോൾ സ്മൈൽ ആണെങ്കിൽ ആ സ്മൈലിന്റെ എക്സ്പ്രഷൻ ഇതിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി യൂസ് ചെയ്യുക വെർട്ടെക്സ് ആണ്. വെർട്ടെക്സ് എടുക്കുക, നമുക്ക് എവിടെയാണോ വേണ്ട ഭാഗം സെലക്ട് ചെയ്യുക, ലൈവ് ഓൺ ആക്കുക, സോറി സിമെട്രി ഓൺ ആക്കുക. എന്നിട്ട് ബി നിൽക്കുക, സോഫ്റ്റ് സെലക്ഷൻ എനേബിൾ ആക്കിയിട്ട് നമ്മളെ ബ്രഷിന്റെ സൈസ് ബി നെക്കിയിട്ട് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. എത്രയാണോ വേണ്ടത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ആ ഒരു സ്മൈലി ഫേസ് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ടീത്തും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരാനുള്ള റീസൺ, അഥവാ ഒന്ന് കുറച്ച് ഉള്ളോട്ട് പോയാൽ പല്ല് കണ്ടോ കയറിപ്പോവും. അപ്പൊ അതുകൊണ്ടാണ് മൊത്തമായിട്ട് എടുത്തു കൊണ്ടുവന്നത്. നമുക്ക് എക്സ്പ്രഷൻ ഇടുമ്പോൾ എന്ത് ചെയ്യരുത്, കുറച്ച് കയറിപ്പോയാൽ പൊളിഞ്ഞു പോകരുത്. ചീക്ക് അധികം പുറത്തേക്ക് വലിച്ചാൽ കണ്ണടന്റെ ഉള്ളിൽ കൂടെ പുറത്ത് വരരുത്. ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതോടൊപ്പം കൊണ്ടുവരുന്നത്. ഇതിപ്പം സ്മൈലിനുള്ള രീതി ക്രിയേറ്റ് ചെയ്തു. ഇതെടുത്തിട്ട് കുറച്ചൊന്ന് സാഡ് ആയിട്ടുള്ള ലെവലിലേക്ക്, കുറച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ള ലുക്ക്. കൈ ഇമോഷണൽ
ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഷിഫ്റ്റ് നെക്കി ഓരോന്ന് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് വരിക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഡമ്മിയിൽ അവസാനിക്കണം. ദെൻ വിൻഡോസ്, ആനിമേഷൻ എഡിറ്റർ, ഷേപ്പ് എഡിറ്റർ, ഇതിൽ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ബ്ലെൻഡ് ഷേപ്പ് കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി. ഇവിടെ നമുക്ക് പേരിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പൊ ഈ സ്റ്റാർട്ട് ഇതിന്ന് പോയ ഈ ഡ്യൂപ്ലിക്കേറ്റ്, ആദ്യത്തെ ഡ്യൂപ്ലിക്കേറ്റ് മൊത്തം എന്താണ്, വേണമെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇമോഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക്. ഇനി മൗത്ത് സിങ്കിങ് അല്ലെങ്കിൽ ലിപ് സിങ്കിങ് എന്നുള്ള ലെവലിലേക്ക് പോകണമെങ്കിൽ എന്താക്കാം, അടുത്തൊരു കോപ്പി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ അടുത്ത സെറ്റ് ആക്കാം. അങ്ങനെ എനിക്ക് എത്ര സെറ്റ് വേണമെങ്കിലും എന്ത് ചെയ്യാം, താഴോട്ട് ചെയ്യാം. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഹൈഡാക്കി വെക്കുകയുള്ളൂ. ഇതൊന്നും എന്തിലേക്ക് കൊണ്ടുവരില്ല, ഇവിടെ വരെയുള്ള സാധനങ്ങളൊക്കെ ഹൈഡിലായിരിക്കും. ഇതൊന്നും ഇതിലേക്ക് കൊണ്ടുവരില്ല. അതായത് നമ്മൾ ഔട്ടിലേക്ക് വരുമ്പോൾ അത് കാണിക്കൂല, പക്ഷെ ലോഡ് ഉണ്ടാവും. ഇത്രയും സാധനങ്ങൾ അവിടെ ലോഡ് ചെയ്യണമല്ലോ. ദെൻ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സാധനം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, എക്സ്പ്രഷൻസ്, സ്മൈല്. ഇതാണ് ഇതിന്റെ ഒരു നോർമൽ ആയിട്ടുള്ള പ്രോസസ്സ്. ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് ഷേപ്പ് ആണെങ്കിലും, ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊന്നുമല്ല, ഏത് ഷേപ്പ് ആണെങ്കിലും എടുത്തിട്ട് ഈ സാധനം ചെയ്ത് നോക്കാം. ഇതെടുത്തിട്ട് ഒരു ക്യൂബ് ഇട്ട്, സ്പിയർ ഇട്ട്, കൺട്രോൾ ഡി അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് മാറ്റി വെച്ച് ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഒറിജിനൽ, ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി എന്നുള്ള രീതിയിലാണ് എടുത്തത്. ഇതെടുത്ത് ഇതിലേക്ക് വരിക. ഇവിടെ വന്നിട്ട് വിൻഡോസ്, ആനിമേഷൻ എഡിറ്റർ, ഷേപ്പ് എഡിറ്റർ, ക്രിയേറ്റിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഷേപ്പ് ഡിഫോമർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്തു, പുതിയൊരു സാധനം ക്രിയേറ്റ് ചെയ്തു. ഈ വാല്യൂ 1 ഉണ്ടാവണം. ഈ വാല്യൂ എന്തായിരിക്കണം, 1 ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഇതിന്റെ കൺട്രോൾ ഡി അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുക. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്താൻ പോകുന്നത്, ഇപ്പൊ എക്സാമ്പിൾ കുറച്ച് റഫായിട്ട് ഇതിന് കുറച്ച് മുകളിലോട്ട് വെക്കി, കുറച്ച് ഇങ്ങോട്ട് നീക്കി, ഇതിനെ കുറച്ച് ഇങ്ങോട്ട് ഇറക്കി. ഓക്കെ, ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, ഇത് സെലക്ട് ചെയ്തു, ലാസ്റ്റ് ഡമ്മിയിൽ എത്തിക്കാം. എന്നിട്ട് ക്രിയേറ്റ് ബ്ലെൻഡ് ഷേപ്പ് കൊടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാറ്റം വരുന്നതനുസരിച്ച് കണ്ടോ, എല്ലാം ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എന്താണോ കൊടുത്തത് ആ മാറ്റം എന്ത് ചെയ്യും, അതിലേക്ക് എഫക്ട് ചെയ്തിട്ട് വരും. ഇതിൽ മാത്രമല്ല, ക്ലസ്റ്റർ കൊടുത്തിട്ടൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഈ ഡീറ്റെയിൽസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോ ബി നെക്കി എടുത്തല്ലോ, അത് കുറച്ചുകൂടി പോളിഷ് ചെയ്ത് എടുക്കണമെങ്കിൽ ക്ലസ്റ്റർ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ക്ലസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാല് ഈ ചെയ്ത് കൺട്രോൾസ് കൊടുത്തിട്ട് ചെയ്യാന്ന്, അതായത് ഇതിലേക്ക് ക്ലസ്റ്റർ പറഞ്ഞാൽ ബെൻ ഷേപ്പിലെ ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിന്റ് ചെയ്യും. ആ വരുന്ന പുറത്തേക്ക് വലിഞ്ഞു വരുന്നില്ലേ, ആ വരുന്നത് കുറച്ചുകൂടി കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല, നേരിട്ട് നല്ല ഒരു പ്രോപ്പർ വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന്റെ ഡമ്മി കൺട്രോൾ ഡി അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് താത്തി വെക്കുന്നുണ്ട്. ഇതില് എനിക്കിപ്പോ ഈ ഒരു ഭാഗത്ത് എന്ത് വേണം, ക്ലസ്റ്റർ വേണം. ഇതിന് സെക്കൻഡ് സ്റ്റേജ് ആണ് പറയുന്നത്, ക്ലസ്റ്റർ എന്നുള്ള കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ചാനൽ ബോക്സിൽ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന രീതി. അപ്പൊ അതിന് വേണ്ടത് ആദ്യം സിമെട്രി അൽക്കലൗണായി നിൽക്കട്ടെ, എടുത്ത് വെർട്ടെക്സ് ആക്കി ഒരു ചീക്കിന്റെ കുറച്ചൊരു പൊസിഷൻസ് എന്ത് ചെയ്തു ഇങ്ങോട്ട് എടുത്ത് നല്ല കുറച്ച് കയറ്റി എടുക്കണം. ഇത്ര എടുത്താൽ ഇതിന്റെ ഒരു 30% നമുക്ക് എന്തുണ്ടാവുള്ളൂ, മൂവ്മെന്റ്സിലേക്ക് കിട്ടുള്ളൂ. കാരണം ബാക്കി എന്താവും, പെയിന്റില് കട്ടായി പോകും. അപ്പോൾ കയറ്റി എടുക്കുക, എന്നിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വന്നപ്പം ഇതിന്റെ ബാക്ക് സൈഡൊക്കെ ഉണ്ട്, ബാക്ക് സൈഡ് നമുക്ക് വേണ്ട, ബാക്ക് സൈഡൊക്കെ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കാം.
നമുക്ക് വേണ്ട ഒരു പൊസിഷൻ മാത്രം ആദ്യം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വന്ന രണ്ട് ക്ലസ്റ്റർ ഇട്ട് എന്ത് ചെയ്യും, രണ്ടിനും നടുവിലെ വരാം. അതായത് ഡിഫോമിൽ വന്ന് ഞാൻ ഇപ്പൊ ക്ലസ്റ്റർ കൊടുത്താൽ ഈ രണ്ടെണ്ണത്തിന് നടുവിൽ വരും. ഒരേ സമയത്ത് ഇന്ന് രണ്ട് ഭാഗം പുറത്തേക്ക് പുഷ് ആയി പോകും. നമുക്ക് എന്ത് ചെയ്യണം, രണ്ടിനും ഇവിടെ ഒരു കൺട്രോളറും ഇവിടെ ഒരു കൺട്രോളറും വേണം. ഇത് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പൊ ഇൻ കേസ് ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഈ സെലക്ഷൻ ഒരു ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഒഴിവാക്കി, സിമെട്രി ഒഴിവാക്കിയിട്ട് ഈ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗം എനിക്ക് ഇതേപോലെ കിട്ടുമോ? സെലക്ട് ചെയ്താൽ ഒരു കാരണവശാലും കിട്ടൂല. അവിടെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും സെലക്ട് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി ഇപ്പൊ എന്താണ്, രണ്ട് ഭാഗവും സെലക്ടഡ് ആയിട്ടുണ്ട്. ഈ സെലക്ട് ആയ ഭാഗത്തിനെ നേരെ ഇവിടുന്ന് സെറ്റ് ആക്കി വെക്കും, ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ സെറ്റിൽ ഇപ്പൊ എന്തുണ്ട്, രണ്ട് സൈഡും ഉണ്ട്. ദെൻ ഞാൻ ഇത് സെറ്റ് ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഇനി കൺഫേം എനിക്ക് ഇത് ഒഴിവാക്കാം. ഇനി അഥവാ പുറത്തിറങ്ങി ക്ലിക്ക് ചെയ്ത് പോയാലും പ്രശ്നമില്ല, ഇവിടെ വന്നാൽ എന്ത് ചെയ്യും, ഇത് എനിക്ക് വീണ്ടും കിട്ടും. ഞാൻ ഈ സൈഡ് ആദ്യം ഒഴിവാക്കി, ഒരു സൈഡ്. എന്നിട്ട് ഈ സൈഡ് ഇപ്പൊ സെലക്ടഡ് ആണ്, ആ സൈഡിലേക്ക് ആദ്യം എന്ത് ചെയ്യും, ഡിഫോമിൽ ഒരു ക്ലസ്റ്റർ കൊടുക്കും. ഓക്കെ, ദെൻ വീണ്ടും സെറ്റിൽ വന്നിട്ട് എന്ത് ചെയ്തു, സെറ്റ് എടുത്ത് ഇതിനെന്ത് ചെയ്യും, ഇപ്പുറത്തെ ഭാഗം ഒഴിവാക്കും. അപ്പൊ ഈ ഭാഗം എനിക്ക് ഈക്വൽ ഭാഗം ഇപ്പുറത്ത് കിട്ടും. ദെൻ അവിടെ എന്ത് ചെയ്തു, നേരെ ഡിഫോമില് ക്ലസ്റ്റർ കൊടുത്ത് ഇപ്പൊ രണ്ട് ക്ലസ്റ്ററായി, ലെഫ്റ്റ് സൈഡിലും ആയി റൈറ്റ് സൈഡിലും ആയി. രണ്ടും എന്താണ്, ഈക്വലി ആണ് കിട്ടിയത്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കുറച്ചുകൂടി മുകളിലോട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് സെലക്ട് ചെയ്യട്ടെ. സിമെട്രി ഓൺ ആക്കിയതിനു ശേഷം വെർട്ടെക്സ് എടുത്ത് വെർട്ടെക്സ് എന്ത് ചെയ്തു, എനിക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കണം. ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഈ ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, ഇപ്പുറത്തെ ഭാഗം ഉണ്ടാവും, അതേപോലെ തന്നെ എവിടെ ഉണ്ടാവും, ബാക്ക് സൈഡും ഉണ്ടാവും. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തു, കുറച്ചൊന്ന് ഒഴിവാക്കി ബാക്ക് സൈഡിലേക്കുള്ള. ഇപ്പൊ രണ്ട് സൈഡും ഉണ്ട്, രണ്ട് സൈഡും എനിക്ക് ഒരുമിച്ച് ക്ലസ്റ്റർ കൊടുക്കാൻ പറ്റൂല. ഏതെങ്കിലും ഒരു സൈഡ് എനിക്ക് ഒരു ടൈം കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കൊടുത്താൽ ഇപ്പൊ ക്ലസ്റ്റർ കൊടുത്തുള്ള സിറ്റുവേഷൻ എന്താ നോക്കിയോ, ക്ലസ്റ്റർ എവിടെ വന്ന് നടുവില്, മൂക്കിന്റെ ഉള്ളിൽ, ഹെഡിന്റെ ഉള്ളിൽ വരും. രണ്ട് സ്ഥലത്താണ് ഇത് നടുവിലാണ് പോയിന്റ് വരിക. അപ്പൊ അങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് നേരെ ക്രിയേറ്റിൽ വരിക, സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു സൈഡത്തെ എന്ത് ചെയ്യുക, ആദ്യം ഒഴിവാക്കുക. ഒരു സൈഡത്തെ ഒഴിവാക്കുക. ഒരു സൈഡ് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഡിഫോമില് ക്ലസ്റ്റർ. ദെൻ വീണ്ടും സെലക്ട് ചെയ്യുക, ഇതിൽ ഇപ്പുറത്തെ സൈഡ് ഒഴിവാക്കുക. ദെൻ അവിടെ ഡിഫോമില് ക്ലസ്റ്റർ കൊടുക്കുക. ഇപ്പൊ 4 ക്ലസ്റ്ററായി, ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ആയി. ക്ലസ്റ്റേഴ്സിന് എന്ത് ചെയ്യും, ഒരു കൺട്രോൾസ് വേണമെങ്കിൽ കൊടുക്കാം, ഇതിനെ മൂവ് ചെയ്ത് വെക്കാനും എടുത്തു വെക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പൊ 4 ക്ലസ്റ്ററാണുള്ളത്. ചെറിയൊരു കർവ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് വലിപ്പമൊന്നും വേണ്ട, ചെറുതായി പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയാൽ മതി. ഇനിയിപ്പോ കർവ് തന്നെ വേണമെന്നില്ല, അവിടെ കൺട്രോൾ ഡി ഡ്യൂപ്ലിക്കേറ്റ്. അവിടെ കൊടുക്കുക. അതില് ഒരു സംശയം, ചുറ്റുള്ള ഏരിയ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളോട്ട് നിൽക്കുന്നത്. ഇങ്ങനെ കർവായി വന്നുകൊണ്ട് അവിടെ കിട്ടും പ്രശ്നമല്ല. ദെൻ ഇത് സെലക്ട് ചെയ്യുക. ഈ രണ്ട് കർവിന്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ക്ലീൻ ചെയ്യുക.
കർവ്, ക്ലസ്റ്റർ ഹാൻഡില്, കൺസ്ട്രെയിനില്, പാരന്റ് കൺസ്ട്രെയിൻ. കർവ് സെലക്ട് ചെയ്തിട്ട് ക്ലസ്റ്റർ സെലക്ട് ചെയ്യുക, ദെൻ പാരന്റ് കൺസ്ട്രെയിൻ കൊടുക്കുക. കർവ്, ക്ലസ്റ്റർ, കൺസ്ട്രെയിനില്, പാരന്റ് കൺസ്ട്രെയിൻ. ദെൻ ക്ലസ്റ്റർ എടുക്കുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, പെയിന്റിൽ വരിക, ക്ലസ്റ്റർ, അതിൽ ഏത് ക്ലസ്റ്ററാന്ന് നോക്കുക, രണ്ടാമത്തെ ക്ലസ്റ്റർ ആണ്. ഈ ഏരിയ ആണ് എന്ത് ചെയ്യാനുള്ളത്, പെയിന്റ് ചെയ്യാനുള്ളത്. ബ്രഷിന്റെ സൈസ് ബി നെക്കിയിൽ ഒന്ന് ചെറുതാക്കി വെക്കുക. പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാല് നോർമലി സ്കിൻ പെയിന്റിങ് പോലെയല്ല, ഇവിടെ എന്തെങ്കിലും കുറച്ച് കൺട്രോൾസ് കുറവായിരിക്കും. റീപ്ലേസ്, സ്മൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. റീപ്ലേസിൽ ഇടുക, വാല്യൂ കുറച്ചിടുക, അത്യാവശ്യം എന്ത് ചെയ്യുക, ഒന്ന് കുറയ്ക്കുക. നമ്മൾ 100% വരച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 30% നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇതിന് എടുക്കുള്ളൂ. ബാക്കി ഏരിയ ആ ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്ഥലം കൊടുക്കുക, ഫ്ലഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് കയറ്റിട്ട് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അല്ലെങ്കിൽ അവിടെ കഷ്ണം മുറിഞ്ഞ പോലെ വരും, ഒരു ടൈൽസിന്റെ കഷ്ണം എടുത്തിട്ട് പോലെ വരും ഇങ്ങോട്ട് പുറത്തേക്ക്. അപ്പൊ നമ്മളൊരു കുറഞ്ഞൊരു ഏരിയ അവിടെ കുറച്ച്, ദെൻ സ്മൂത്തിലേക്ക് ഇടുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഫ്ലഡ് കൊടുത്തിട്ട് വെക്കുക. ഓക്കെ. അപ്പം ഇങ്ങനെയാകുമ്പോൾ നമ്മൾ നേരെ വന്ന് ഈ കൺട്രോളർ എടുത്ത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാല് കണ്ടല്ലേ, അവിടെ ആ ഭാഗം മാത്രം എന്താവും, വർക്ക് ചെയ്തിട്ട് വരും. ഇതിനെ കോപ്പി ചെയ്തിട്ട് മാറ്റാനൊന്നും വരില്ല, ആ പെയിന്റ് നമ്മൾ തന്നെ ചെയ്യണം. ഇവിടുത്തെ പെയിന്റിനെ പുറത്തേക്ക് കൺവേർട്ട് ചെയ്യാനേ, അത് പെയിന്റ് അടിക്കുക അല്ലാതെ വേറെ വഴിയില്ല. പെയിന്റ് മിറർ ചെയ്യാം, അത് സെലക്ട് ചെയ്യാം, ഇവിടെ പോയി ഡിഫോം വെയിറ്റ്, സിറ്റ് വൈറ്റ്, രണ്ടാമത്തത് ഒരു സൈഡിലേക്ക്. രണ്ടാമത്തെ തന്നെയല്ലേ എടുത്ത്, തന്നെയാണല്ലോ. സ്റ്റാൻഡിലേക്ക് ആയിട്ടുണ്ടാവും ഓൾമോസ്റ്റ്. ഇതാണെങ്കിലും 4 ഇവിടെയാണോ, ഇത് ഇനി പെയിന്റ് ചെയ്യണമെങ്കിൽ സെയിം തന്നെ, റൈറ്റ് ക്ലിക്ക്, പെയിന്റ്, പെയിന്റിൽ നേരെ ക്ലസ്റ്റർ, ക്ലസ്റ്ററിൽ പെയിന്റ് 4 ഇവിടെ എടുക്കുക. ഓക്കെ. റീപ്ലേസിൽ വരിക, റീപ്ലേസിൽ വന്നിട്ട് നമുക്ക് ഒഴിവാക്കേണ്ട ഭാഗം നന്നായിട്ടൊന്ന് ഒഴിവാക്കി കൊടുക്കുക. ഫ്ലഡ് ചെയ്യാം, ഭാഗം സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗവും വരും. ഇവിടെ കുറച്ച് പൊട്ടി വരുന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഇവിടെ പെയിന്റ് അവിടെ കണക്ഷൻ കൂടുതലായതുകൊണ്ടാണ്. ഇവിടെ എന്ത് ചെയ്യും, അടുത്തൊരു പോയിന്റ് കൂടി വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും, റിമൂവ് ആക്കി തരും. ഇത് രണ്ടും കൂടി വരുന്ന പോർഷനാണ്. ക്ലസ്റ്റർ വെച്ച് പെയിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇപ്പൊ ഇവിടെ ലിപ്പിന്റെ ഭാഗത്തോ ഐബ്രോന്റെ ഭാഗത്തോ ഒക്കെ എന്ത് ചെയ്യും, ഈ സെയിം സാധനം യൂസ് ചെയ്യാം. ഇപ്പോ ഇതിനെയാണെങ്കിൽ ഇപ്പോ നമ്മള് ചട്ടുരവങ്കിയിലേക്ക് ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡ്രൈവർ ആക്കിയിട്ട് ഇതിനെ തന്നെ എടുക്കണം, ഡ്രിവൺ ആക്കിയിട്ട് ഇതിനെ തന്നെ എടുക്കണം, ഇതിനെ തന്നെ എടുക്കണം. അതായത് ഡ്രൈവർ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ എത്ര നീക്കണം എന്നുള്ളതാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്തിട്ട്
അതിൽ ഈ വാല്യൂ എങ്ങോട്ട് നീക്കണം, എന്ത് സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യണം, പുതിയൊരു കൺട്രോളർ ഉണ്ടാക്കി വെച്ച് ക്രിയേറ്റ് ചെയ്യണം. ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു കർവ് എക്സ് സ്നാപ്പ് ചെയ്തിട്ട് ചെറിയൊരു കൺട്രോളർ, അതിൻ്റെ ഉള്ളിൽ ഞാൻ ചെറിയൊരു സർക്കിളും കൊണ്ടിട്ട് ദെൻ രണ്ടിൻ്റെയും ഹിസ്റ്ററി കാര്യങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കുക. ഇത് സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, പി അടിക്കുക. ഓക്കെ, ദെൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഗ്രൂപ്പ് ആക്കി വെക്കുക. ഈ ഗ്രൂപ്പിനെ എപ്പോഴും എന്താക്കണം, ഇങ്ങനെ കൺട്രോൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ പീവേഡ് പോയിന്റ് ഹെഡിന്റെ ജോയിന്റിലേക്ക് എന്തായിരിക്കണം, പാരന്റ് ആയിരിക്കണം. അതായത് ഹെഡിന്റെ ജോയിന്റ് എടുക്കുക, ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, പാരന്റ് കൺസ്ട്രെയിൻ ചെയ്തെടുക്കണം. കാരണം ഇത് എന്താണ്, തല പോകുന്നതിനപ്പുറം ഇത് മൂവ് ചെയ്തിട്ട് പോകണം. തല അങ്ങോട്ട് തിരിയുന്നുണ്ടെങ്കിൽ ഈ കൺട്രോളർ എന്തായിരിക്കണം, തിരിഞ്ഞു വരണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനൊക്കെ വേണ്ടി പറ്റത്തുള്ളൂ. ഇത് എവിടെ നിന്ന് പോയാൽ എന്ത് ചെയ്യും, ആ ഭാഗത്തേക്ക് ഇത് വലിഞ്ഞു പോവുകയും ചെയ്യും കൺട്രോളേഴ്സ്. ദെൻ സെൻട്രൽ കീ എടുക്കുക, ഇതിനെ ഡ്രൈവർ ആക്കി. ഇതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ആട്രിബ്യൂട്ടിൽ വന്നിട്ട് മിനിമം എത്ര, മാക്സിമം എത്ര എന്നുള്ള ലെവലിലേക്ക്, പുറത്തേക്ക് പോകുമ്പോൾ ഏത് ഭാഗത്തേക്ക് വരണം, ടോപ്പിലേക്ക് പോകുമ്പോൾ ഏത് ഭാഗത്തേക്ക് വരണം എന്നുള്ളത് കൊടുക്കാം. ഇപ്പൊ ഒന്നും കൊടുക്കുന്നില്ല. അതായത് ഇവിടെ ലിമിറ്റ് ഇൻഫർമേഷൻ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൽ ട്രാൻസ്ലേറ്റിന്റെ വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ തൽക്കാലം ഇതിനെ ഡ്രൈവർ ആക്കിയിട്ടും ഇതിനെന്താക്കി, ഡ്രിവൺ ആക്കിയിട്ടും എടുത്ത്. അതായത് ഇത് കൺട്രോളർ എന്താണ്, ഡ്രൈവറും ഈ കൺട്രോളർ എന്താണ്, ഡ്രിവണും ആണ്. ഇത് സെലക്ട് ചെയ്യുക. ഇതിലിപ്പോൾ എങ്ങോട്ടാണ് പോകുമ്പോൾ നീങ്ങേണ്ടതെന്നുള്ള എക്സാമ്പിൾ, ഇപ്പോൾ എക്സിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഒരു 2 വാല്യൂ 1.5 അല്ലെങ്കിൽ 2, ഇവിടെ നിന്ന് ഇങ്ങോട്ട് -2 എന്നുള്ള ലെവലിലേക്ക് ഈ രണ്ട് നീങ്ങുമ്പോൾ ഈ കൺട്രോളർ എന്തായിരിക്കണം, വർക്ക് ആവണം. ഈ കൺട്രോളർ കുറച്ച് പുറത്തേക്ക് നീങ്ങി വരുന്ന രീതിയിലേക്ക്. ഇപ്പം സെലക്ട് ചെയ്തു, റൊട്ടേറ്റ് എക്സ്. ഇവിടെ ഞാൻ ഇത് 3 എടുക്കുന്നുണ്ട്, കാരണം ഒരു ഭാഗത്തേക്ക് മാത്രമല്ല നീങ്ങാനുള്ളത്, കറക്റ്റ് നമ്മൾ കുറച്ചും കൂടി നീക്കി വെക്കുക വേണ്ടത്. അതുകൊണ്ട് 3 കൂടി എടുത്തിട്ട് എന്ത് ചെയ്തത്, കീ എടുത്തത്. അപ്പൊ ഇതിന്റെ വാല്യൂ ഇപ്പോൾ 0ലാണ് കീ ഉള്ളത്. ഇത് സെലക്ട് ചെയ്ത് ഇതിനെ കുറച്ച് ഇങ്ങോട്ട് നീക്കി ഒരു 2 എന്നുള്ള വാല്യൂയിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു ടൈമിൽ കുറച്ചൊന്ന് പുറത്തേക്ക് വെക്കാം. ദെൻ കീ കൊടുക്കുക. അടുത്തത് ഇത് സെലക്ട് ചെയ്യുക, ഇത് -2 ആക്കുക. അപ്പം ഇവിടെ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക, ഉള്ളോട്ട് വലിച്ചു വെക്കുക. ഉള്ളോട്ട് ഇങ്ങനെ വലിക്കല്ലോ, എയർ വലിക്കുന്ന രീതിയിലേക്ക് കീ ആക്കുക. സോ ഇനി ഈ ഒരു സാധനം ഇവിടുന്ന് ഇങ്ങോട്ട് നീക്കുമ്പോൾ കണ്ടോ, അവിടെ ആ കൺട്രോളർ എന്ത് ചെയ്തു, അതിലേക്ക് എക്സ്പ്രഷൻ മൂവ്സ്. അതായത് എന്താണോ വേണ്ടത്, നമ്മളിപ്പോൾ ഒരു റഫായിട്ട് സാധനം കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എവിടേക്കാണോ, ഇപ്പൊ ഒരു സ്ഥലത്ത് മാത്രമല്ല ഉണ്ടാവുക. ഇപ്പൊ അന്ന് ആ ഒരു ആനിമലിന്റെ സാധനങ്ങൾ കാണിച്ചിരുന്നു, ടൈഗറിന്റെ. അതില് ഒരുവിധം എല്ലാ, ഇപ്പോ നമ്മളിപ്പോ ഉച്ചരിക്കുന്ന വേർഡ്സിന്റെ കാര്യങ്ങൾ അനുസരിച്ചിട്ട് എ ഇ ഒ എൽ റ് ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, എക്സ്പ്രഷനിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ വരുന്ന എന്തിലേക്കാണ്, ഈ സാധനത്തിലേക്കാണ്. ഇതിപ്പോ എങ്ങനെ നീങ്ങുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് എക്സ്പ്രഷന് കൺട്രോൾ ചെയ്യും. ഇതിപ്പോ ചീക്കിന് മാത്രം കൺട്രോൾ ആണ്, ഇതിപ്പോ ലെഫ്റ്റ് സൈഡിലാണ്. ഇതേപോലെ ഇവിടെ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഇത് കഴിഞ്ഞാൽ ഐന്റെ മുകളിലോട്ട് വരണം, ഐബ്രോ വരണം, നോസ് വരണം, ലിപ്പ് വരണം, ചിന്നിന്റെ ഏരിയസിൽ വരണം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു എക്സ്പ്രഷനിൽ തന്നെ കൊടുക്കേണ്ടതാണ്.
ഇതിൽ പലതും ചിലപ്പോൾ കമ്പൈൻഡ് ആയിരിക്കും. അപ്പൊ ഇതിലിപ്പോ ഒന്ന് മാത്രം വർക്ക് ആകുന്നത്. അടുത്ത കൺട്രോൾ എന്തായിരിക്കും, ഇത് രണ്ടും കൂടി എടുക്കും, രണ്ടും ഒപ്പരം വർക്ക് ചെയ്യേണ്ടി വരും. ഐബ്രോ എടുക്കുമ്പോൾ ഒരു സൈഡ് മാത്രമായിരിക്കും വരിക, മൊത്തം ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലത് എന്ത് ചെയ്യുന്നു, താഴോട്ട് ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൊണ്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ?